ജെ ബി എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് സംഘപരിവാരത്തിന്റെ മിക്ക പ്രൊഫൈലുകളും മിക്കതും പൂട്ടി വെച്ചിട്ടാണ് ഓരോ ഡയലോഗ് ഇടുന്നത്. അതിൽ കഴിഞ്ഞ ആഴ്ച ഒരു വ്യക്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജയ് ഭീം അതെന്താണ്, എന്തുവാണ് അത് എന്നും പറഞ്ഞിട്ട് ഒരു പുച്ഛത്തോടെയൊക്കെ സംസാരിക്കും. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ എവിടെയാണെന്നുള്ളത് തിരക്കിയിട്ട് സമയം പോകും, അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സംഘപരിവാരത്തിന് അംബേദ്കറിസവും അല്ലെങ്കിൽ ജയ് ഭീം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല എങ്കിൽ ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ശക്തി എത്രത്തോളം ഉണ്ട്, അതിന്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്നൊക്കെ ഈ വീഡിയോയിൽ മനസ്സിലാവും. ഇപ്പോൾ സംഘപരിവാരത്തിന്റെ ഏറ്റവും ആരാധ്യരായ രണ്ട് പുരുഷന്മാരെന്ന് പെട്ടെന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന ഒരു പേര് നരേന്ദ്രമോദി ആയിരിക്കും, അല്ലേ? സെക്കൻഡ് യോഗി ആദിത്യനാഥ്. അവരിപ്പോ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച് അധികാരത്തിലേറിയെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് അവർ അധികാരത്തിലേറിയതിനെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, സമയമുണ്ടല്ലോ. ഇപ്പൊ നിലവില് യോഗിക്ക് പണിയായിട്ട് നമ്പർ 1 പണിയായിട്ടാണ് ഒരാൾ വന്നിരിക്കുന്നത് യു പിയിൽ. അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ നേതാവോ അല്ല, ഒരൊറ്റ ഒരാളേ ഉള്ളൂ. ആ വ്യക്തിയുടെ വയസ്സറിയുമ്പോഴാണ് നമുക്ക് ഞെട്ടലുണ്ടാകുന്നത്. വെറും 13 വയസ്സേ ഉള്ളൂ. 13 വയസ്സുള്ള ഒരു പയ്യൻ പരസ്യമായിട്ട് യോഗി ആദിത്യനാഥിനെയും സംഘപരിവാരത്തിനെയും RSനെയും പരസ്യമായിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ്. 15 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, ആ 15 ചോദ്യത്തിനുള്ള ഉത്തരം തരാൻ യോഗി ആദിത്യനാഥിന് കഴിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ എന്തായാലും ജസ്റ്റ് ആദ്യമേ പയ്യനെ നിങ്ങൾക്കൊന്ന് കാണിക്കാം, പരിചയപ്പെടുത്താം. വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. आप सभी लोग मेरे पीछे देख रहे होंगे, पीछे स्टेज लगा है और वहाँ पर मायावती जी हैं और मैं वहाँ से 200 मीटर दूर यहाँ पर बैठा हूँ और 10 साल बाद मैं इतना बदलने की कोशिश करूँगा कि वहाँ पर मैं बैठा हूँ। अगर मैं नहीं कर पाया तो आप मुझे एक बहुत ही बड़ा लूज़र समझना, बहुत बड़ा पागल निकम्मा समझना। बाकी मेरी तो पूरी कोशिश रहेगी कि मैं यहाँ से वहाँ चला जाऊँ और ऐसा नहीं है कि जब ये प्रोग्राम ख़त्म हो जाए तब जाके बैठ जाऊँ। पूरा पद कि जब मैं यहाँ पर वहाँ पर जाऊँ तो लोग मेरे लिए, इतने सारे लोग आए केवल मेरी आवाज़ सुनने के लिए, मुझे देखने के लिए। अगर मैं ऐसा ना कर पाऊँ तो आप मुझे पागल, निकम्मा, लूज़र, जो भी आपके दिल में इस समय ख्याल ഞാൻ വരും മോനെ നിന്റെ പ്രസംഗം കേൾക്കാനായിട്ട്. നീ അവിടെ ആ സ്ഥലത്ത് വരുന്ന ആ ദിവസം ഞാൻ അവിടെ എത്തിയിരിക്കും. അത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്ന പറയുന്നൊരു നിലപാടാണ്, ഒരു പ്രതിജ്ഞയായിട്ട് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. പയ്യൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അതായത് ആ പയ്യൻ നിൽക്കുന്ന ആ കെട്ടിടത്തിന് പുറകിൽ ബഹൻജി മായാവതിയുടെ പാർട്ടി മന്ദിരമാണെന്നാണ് ഒറ്റ നോട്ടത്തെ അങ്ങനെയാണ് പയ്യൻ പറയുന്നത്. നമ്മളൊന്നും പോയിട്ട് കണ്ടിട്ടില്ലല്ലോ, എങ്കിൽ തന്നെ മായാവതിയുടെ അല്ലെങ്കിൽ BSPയുടെ ഒരു പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കെട്ടിടമാണ്. അപ്പോൾ അവൻ പറയുന്നത്, ഞാൻ ഒരു നാൾ മായാവതി ഇരിക്കുന്ന ആ സ്ഥലത്ത് വരും, ഇല്ല എങ്കിൽ നിങ്ങൾ എന്നെ ഭ്രാന്തൻ എന്ന് വിളിക്കണമെന്നാണ് പറയുന്നത്. അതവൻ വെറുതെ ചെന്ന് അവിടെ ഇരിക്കത്തില്ല. എൻ്റെ ജനം, അതായത് അവൻ്റെ ജനത എൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് വരുമെന്ന് അവൻ പറയുന്നത്. അതായത് അവൻ രാഷ്ട്രീയമാണ് അവൻ്റെ ലക്ഷ്യം, രാഷ്ട്രീയമായിട്ടുള്ള എന്താ പറയുന്ന വിജയം അതൊക്കെ തന്നെയാണ്. പൊളിറ്റിക്കലി അതാണ് താല്പര്യം. അപ്പൊ എന്തുകൊണ്ട് ഇവനെ ഇത്രമാത്രം ഒരു 13 വയസ്സുള്ള ഒരു പയ്യനൊക്കെ എന്ന് പറഞ്ഞാൽ അയാളുടെ 6 ലക്ഷം ഫോളോവേഴ്സ് ഇപ്പോൾ ഓൾറെഡി ആയിക്കഴിഞ്ഞു. 6 ലക്ഷത്തിന്. ഇപ്പോൾ നമുക്കറിയാം ധ്രുവറാത്തി എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ യൂട്യൂബർ ഉണ്ട്. അവന് പൊളിറ്റിക്സ് തന്നെയാണ്. നരേന്ദ്രമോദിയെ പോലെയുള്ളവരൊക്കെ നല്ല രീതി, അവന്റെ മില്യൺ കണക്കാണ് ഓരോ വീഡിയോക്ക് വ്യൂസ് വരുന്നത്. അപ്പൊ ഈ രീതിയിലേക്ക് പോകുന്ന ഒരു പയ്യന. അപ്പം ധ്രുവറാത്തിക്ക് 30 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടെന്നാണ് തോന്നുന്നത്. പയ്യനും 13 വയസ്സായിട്ടേ ഉള്ളൂ. ജസ്റ്റ് ചെറിയൊരു മൊബൈലും വെച്ചിട്ട് അവിടുത്തെ രാഷ്ട്രീയം സംസാരിക്കുകയാണ്. അത് ഓരോ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ വൈറൽ. അവിടെ ഇനി നോർത്ത് ഇന്ത്യയിൽ ഈ പയ്യനെ അറിയാത്ത ഇനി ആരും ഇല്ല എന്നുള്ളതാണ്. ഒറ്റ എയിം മാത്രമേ ഉള്ളൂ, സംഘപരിവാരം തന്നെയാണ് അവന്റെ എയിം. ഇതിന് പൊറുതി മുട്ടിയിട്ട് യോഗി ആദിത്യനാഥ് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ പയ്യനെതിരെ FIR ഇട്ടിരിക്കുകയാണ്. അതായത് അവിടെ എന്താണ്, ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നു, പയ്യന്റെ സംസാരം ശരിയല്ല എന്നുള്ള രീതിയിൽ അവിടെ ലഹള ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ള രീതിയിലൊക്കെയാണ് കക്ഷിക്ക് FIR ഇട്ടിരിക്കുന്നത്. FIR നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 14 വയസ്സിൽ തന്നെ ഇത്രയും നല്ല ഒരു ജനപ്രീതി അവൻ നേടിയെടുത്തു എങ്കിൽ ഒരു 20-25 വയസ്സ് കഴിഞ്ഞ് അവനെ പിടിച്ചാൽ കിട്ടത്തില്ല. എന്ത് തന്നെയാലും BSP ഒരു കാരണവശാലും ഈ ഒരു പയ്യനെ ഏത് രീതിയിൽ എങ്ങനെയും പ്രൊട്ടക്ട് ചെയ്യുക.
അത് മാത്രമേ ഉള്ളൂ. FIR ഇട്ടു, അതൊന്നും ഇവിടെ വിഷയമല്ല. FIR ഇട്ടെന്നുണ്ടെങ്കിൽ അത് കേസുമായിട്ട് പോട്ടെ. എന്ത് തന്നെയാലും ഇവനെ കൊണ്ടുപോകാൻ, ഇവനെ തൊടാൻ അവിടെയുള്ള ജനത സമ്മതിക്കത്തില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഒരു എന്താ പറയുന്നത് പ്രശ്നം. എന്തായാലും മായാവതിയുടെ ഒരു പിൻഗാമിയായിട്ട് വളരട്ടെ. എന്ത് തന്നെയായാലും നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ, വിദ്യാർത്ഥികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യണം. ഒരു കാരണവശാലും നമ്മൾ അവനെ എന്താ പറഞ്ഞ് തളർത്താനോ പിന്തിരിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ സംഘപരിവാരത്തിന് മനസ്സിലായല്ലോ ജയ് ഭീം എന്ന വാക്കിന്റെ അർത്ഥവും അംബേദ്കർസ് എന്താണെന്നുള്ളത്. ചെറുക്കെ ഇപ്പൊ കാണിച്ചു തരും. അത് വീഡിയോ ഓരോന്നും വളരെ കൃത്യമായിട്ടാണ്. അവിടുത്തെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ജലം, വായു മലിനീകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അവിടെ മല ഇടിച്ച് തകർക്കാനും അല്ലെന്നുണ്ടെങ്കിൽ പാറ കോറികൾ പൊട്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണാം. आज नहीं बोलोगे तो कल बोलना मुश्किल हो जाएगा। ये बात अभी थोड़ी पुरानी होती नजर आ रही है, क्योंकि स्थिति अब थोड़ी सी बदल चुकी है। अब केवल बोलना ही नहीं, इस सिस्टम से लड़ना भी है, वरना इस पूजनीय भारत भूमि पर रहना मुश्किल हो जाएगा। अभी जिस तरह से पूजनीय भारत भूमि का क्षरण हो रहा है, वैसे भी अरावली के पहाड़ियों को काटा जा रहा है। इसके अलावा दंडकारण्य वन, निकोबार वन, हसदेव जंगल, नियमगिरी वन, सिंगरौली, ऐसे तमाम जंगल ആരാവലി എന്ന് പറയുന്ന ഒരു പർവ്വതമായിട്ട് ബന്ധപ്പെട്ട് 100 മീറ്റർ താഴെയുള്ള പർവ്വതങ്ങൾ മുഴുവനും നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘപരിവാരം ഇടയ്ക്ക് സുപ്രീം കോർട്ടാണെന്ന് തോന്നുന്നു അതിന് നിയമം അനുവദിച്ചു എന്നാണ് പറയുന്നത്. അതായത് തുടങ്ങുന്നതിന് വേണ്ടി പർവ്വതങ്ങൾ ഇടിച്ചു നിരത്തുന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് പയ്യൻ സംസാരിക്കുന്നത്. यूरेनियम के साथ 500 छू रहा है। आकाश धुंध की वजह से गंदा पड़ा हुआ है। अग्नि वैसे तो अशुद्ध है, लेकिन कयामत के समय ज्वालामुखियों के फटने की वजह से और भी ज्यादा अशुद्ध हो जाएगी। बच रही है पृथ्वी, जिसकी हालत हम खराब कर रहे हैं जंगल और पहाड़ों को तोड़ के। हम पांचों महाभूतों की भूत बनाकर हालत खराब कर रहे हैं। पांचों महाभूत वही हैं जिन्हें हम भगवान कहते हैं: भूमि, गगन, वायु, अग्नि, नीर। सभी लोगों की आंखें इस ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. അതായത് മലകള്, അതുപോലെ തന്നെ സമുദ്രം, ജലം, ഇതൊക്കെ മലിനീകരണപ്പെടുത്തുന്നതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. നമുക്കറിയാം, വാർത്തകളിലൊക്കെ കാണാം, നോർത്ത് ഇന്ത്യയിൽ മിക്ക ബോംബെ, ഡൽഹി, UP-യിലൊക്കെ വായു മലിനീകരണം ഉണ്ടെന്ന് ഈ അടുത്ത വാർത്തയൊക്കെ നമ്മൾ വായിച്ചതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഭാവിയിൽ നമ്മൾ ദുരുപയോഗം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കുക എന്നുള്ളതൊക്കെയാണ് പയ്യൻ പറയുന്നത്. और उनके 2 बच्चे विदेशी नागरिकता लेकर रह रहे हैं। इसके साथ साथ आलिया भट्ट, कटरीना कैफ, सनी लियोनी, नरगिस फाखरी, इमरान खान, नूरा फतेही, आम अमीर वर्ग, उद्योगपति, अफसर, ये सब उनके बच्चे और वो खुद विदेश में रहते हैं, केवल भारत को लूटने आते हैं जैसे अंग्रेज आया करते थे। ये बस भारत के कोलैप्स कर जाने का इंतजार कर रहे हैं। मैं ज्यादा नहीं कहता, बस 10 साल इंतजार करूंगा। അവനും അത്യാവശ്യം ദൈവവിശ്വാസം എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും പൊതുവെ പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഭൂമിയിൽ വായു, ജലം, അഗ്നി, കാറ്റ്, ഇങ്ങനെയുള്ള വായു, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ വലിയ ദുരന്തങ്ങൾ വരുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ സംസാരിക്കുന്ന ഒരു പയ്യനെയാണ് FIR ഇട്ടിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട്, അതായത് സമ്മതിച്ചു കൊടുത്തിട്ട് കേട്ടോ. അതായത് ആരുടെ എവിടേക്കാണ് സമ്പത്ത് ഏറ്റവും കൂടുതൽ കുമിഞ്ഞു കൂടുന്നത്, ഏത് സമൂഹത്തിലേക്കാണ് സമ്പത്ത് കുമിഞ്ഞു കൂടുന്നത്, അവര് മാത്രമേ ഇന്ത്യയിൽ അവശേഷിക്കുകയുള്ളൂ. നിങ്ങൾ എത്രമാത്രം രാഷ്ട്രീയം പറയുകയും അന്ധമായിട്ട് രാഷ്ട്രീയ നേതാക്കളെ ആരാധിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത് ഈ പ്രകൃതി നിലനിൽക്കുന്ന വസ്തുതകളെ അടിസ്ഥാനമാക്കി മാത്രമേ നമ്മൾ നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്നത്. കേവലം രാഷ്ട്രീയ നേതാക്കളെ മാത്രം ആരാധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരെല്ലാം മരണപ്പെടുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിൽ സാമ്പത്തിക നില അല്ലെങ്കിൽ സമ്പത്ത് മുഴുവൻ എവിടേക്കാണ് പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സമ്പത്തുള്ളവർ മാത്രമേ ഭൂമിയിൽ, ഇന്ത്യയിൽ നിലനിൽക്കൂ എന്നാണ് പയ്യൻ പറയുന്നത്. എങ്ങനെയാണ് ഇവർക്ക് കുരുവട്ടായിരിക്കുക? കേവലം ഒരു വേടൻ ഇവിടെ നിന്ന് പാടുന്നത് പോലും സഹിക്കാത്ത സംഘപരിവാരം ഇങ്ങനെ ഈ 13, അത് വേറൊരു കാര്യമുണ്ട്, 13-14 വയസ്സുള്ള ഈ സംസാരിക്കുമ്പോൾ അവന്റെ ഏജിലുള്ള അതേ ജനറേഷൻ, അതേ സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളാണ് ഇത് കേൾക്കുന്നത്. അവർ എത്രമാത്രം മാനസികമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടൊക്കെ ചിന്തിക്കുമെന്നറിയാം. ഇതൊക്കെ വലിയ വിഷയമാണ് സംഘപരിവാരത്തിന്. അവനെ വെറുതെ ഒന്നും അല്ല അവനെ. अमेरिकी नागरिकता लेकर रह रहे हैं और बताया जा रहा है कि असम में कांग्रेस से सांसद गौरव गोगोई की पत्नी और उनके 2 बच्चे विदेशी नागरिकता लेकर रह रहे हैं। इसके साथ साथ आलिया भट्ट, कटरीना कैफ, सनी लियोनी, नरगिस फाखरी, इमरान खान, नूरा फतेही, आम अमीर वर्ग, उद्योगपति, अफसर, ये सब उनके बच्चे और वो खुद विदेश में रहते हैं, केवल भारत को लूटने आते हैं।
जैसे अंग्रेज आया करते थे। ये बस भारत के कोलैप्स कर जाने का इंतजार कर रहे हैं। मैं ज़्यादा नहीं कहता, बस 10 साल इंतजार करो। अभी रुपया डॉलर के मुताबिक 90 रुपए पहुंचा है। जैसे ही भारत की अर्थव्यवस्था അപ്പോൾ ध्वस्त ഈ ഒരു होगी, വീഡിയോ ये കൂടെ सभी ഞാൻ अमीर പറഞ്ഞിട്ട് जादे നമുക്ക് भाग खड़े സ്റ്റോപ്പ് ചെയ്യാം. होंगे। അതായത് जो കഴിഞ്ഞ लोग कहते हैं ഇന്ത്യ ये हमारी പാകിസ്ഥാൻ बिरादरी और धर्म का आदमी है, ചാമ്പ്യൻസ് ये ട്രോഫി हमारी നടന്ന रक्षा സമയത്ത് करेगा, ये പാകിസ്ഥാന് ഷെയ്ഖ് ഹാൻഡ് കൊടുത്തില്ല സൂര്യകുമാർ യാദവ്. അതായത് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നമുക്കറിയാം, നേരിട്ട് കണ്ടതല്ലോ. പാകിസ്ഥാൻ ടീമിലെ ആർക്ക് കൈ കൊടുക്കുന്നില്ല. പക്ഷേ നമ്മൾ ആരും അറിയാത്ത ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് അവൻ വിവരിക്കുന്നത്. सीधा पाकिस्तान क्रिकेट बोर्ड पीसीबी के अध्यक्ष और पाकिस्तानी गृह मंत्री मोहसिन नकवी से हाथ मिलाया, जिसने पहले भारत के खिलाफ परमाणु हमले की धमकी दी थी। शायद आप लोगों को याद नहीं होगा, आज से ज़्यादा दिन पहले नहीं, 22 अप्रैल 2025 को जब पहलगाम में हमारे देश के 26 लोग मारे गए थे, तब यही पाकिस्तानी उछल रहे थे, जिनके साथ अभी इन्होंने मैच खेला है। हम तो चाहते थे ये मैच ही ना हो। पाकिस्तान को एक भी रुपए का फायदा नहीं होना चाहिए भारत की तरफ से, लेकिन कुछ होते हैं नेपोकिड, जिन्हें किसी की मौत से फर्क नहीं पड़ता। बाप देशभक्ति का नाटक करता है और वहीं बेटा उन्हीं के साथ बैठकर हंसी टिटोली करता है। जिन्हें किसी की मौत से फर्क नहीं पड़ता। बाप देशभक्ति का नाटक करता है और वहीं बेटा उन्हीं के साथ बैठकर मैं सूर्य कुमार यादव की तारीफ में അതായത് പുറമെ ഇവര് വലിയ രീതിയിൽ രാജ്യസ്നേഹം പറയും, എങ്കിലും നമ്മൾ അറിയാതെ തന്നെ ഇവർ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡുമായിട്ട് വരെ ഒരു സഹോദരി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ബന്ധം പുലർത്തുന്നു എന്നാണ് പയ്യൻ പറയുന്നത്. അത് വീഡിയോ ഉൾപ്പെടെയാണ് കാണിക്കുന്നത്. നമുക്ക് ആ ചിത്രത്തിൽ കാണാം. അഫ്രീഡി അതുപോലെ തന്നെ അമിത്ഷായുടെ മകനായിട്ടുള്ള ജയ്ഷ ഉൾപ്പെടെ ഇരിക്കുന്ന ഒരു വീഡിയോ ആണ് എടുത്ത് പുറത്തു വിട്ടിരിക്കുന്നത്. എന്നിട്ട് പുറമെ പറയുന്നത് അവർ ഭയങ്കര രാജ്യസ്നേഹമുള്ളവരാണ്. പാകിസ്ഥാൻ ടീം എന്ന് പറയുന്നത് ഒരു കാരണവശാലും അവരുമായിട്ട് യാതൊരുവിധ അടുപ്പവുമില്ല, ഒരു ഷെയ്ഖാൻഡ് പോലും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പുറമേ പറയും. എങ്കിൽ ഉള്ളിൽ നടക്കുന്നത് ഇതാണെന്ന് അവൻ ചിത്രീകരിക്കുകയാണ് വീഡിയോയിലൂടെ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി. ഗുഡ് ബൈ.